ഇന്ന് ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. തേങ്ങ ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പച്ചടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ബീറ്റ്റൂട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഒരു ബീറ്റ്റൂട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ 1.25 കപ്പ് തൈര്, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, കടുക് പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. നമുക്ക് ആദ്യം തന്നെ തൈര് നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചൊന്ന് എടുത്ത് വയ്ക്കാം. 1.25 കപ്പ് തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ തൈരിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട്, അതുപോലെ തന്നെ കുറച്ച് കടുക് പരിപ്പ്, കടുക് അതായത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ല് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തതാണ്. അതൊരു 1/4 ടീസ്പൂൺ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് തൈരൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. തൈര് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉള്ളി എടുത്ത് വെച്ചത്, ഏകദേശം ഒരു 3-4 ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തത്, അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി കൊത്തി അരിഞ്ഞത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഉള്ളി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ബീറ്റ്റൂട്ട് നന്നായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവുന്ന വരെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിക്കണം എന്നില്ല, കാരണം ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കണമെങ്കിൽ തുറന്ന് തന്നെ നമ്മൾ ചെറിയ തീയിലിട്ട് വേവിച്ചാലും മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് 3-4 ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ തൈര് ഉപയോഗിക്കുന്നതിൻ്റെ അളവൊക്കെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ അളവിൽ മാറ്റം വരുത്താം. ഇനി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. നമുക്ക് ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചോപ്പ് ചെയ്ത് ഇട്ടേക്കുന്നത്, നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇടുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ബീറ്റ്റൂട്ട് റെഡി ആയിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്കിനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തൈരിലേക്ക്, അതായത് നമ്മൾ ഉപ്പും കടുക് പരിപ്പും ചേർത്തിട്ട് മാറ്റി വെച്ചിരുന്ന തൈരിലേക്ക് നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയാണ്. അപ്പോൾ കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കടുക് വറുത്തിടാം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് കടുക് വറുത്തിടാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്